ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നാരായണീയ ശ്ലോകങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. 24-ാം ദശകമാണ് നമ്മൾ അവസാനം വായിച്ചു നിർത്തിയത്. ആ ദശകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ നാം കേട്ടത് ഹിരണ്യകശിപു ദേഷ്യത്തോടെ അവിടെയുള്ള തൂണിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചതായിട്ടാണ്. നിന്റെ നാരായണൻ എവിടെയാണ് എന്ന് മകനോട് ചോദിച്ചപ്പോൾ അതിന് എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ എന്ന് മറുപടി പറഞ്ഞ മകനോടുള്ള അല്ലെങ്കിൽ ഭഗവാനോടുള്ള ദേഷ്യത്തിലാണ് അങ്ങനെ ചെയ്തത്. ആ ഇടിയേറ്റ് തൂണ് പിളർന്നു. ആ കാര്യമാണ് നരസിംഹാവതാരം എന്ന ടൈറ്റിലിൽ 25-ാമത്തെ ദശകത്തിലെ 1-ാം ശ്ലോകമായിട്ട് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. തംപേ ഘട്ടയതോ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയന് ആകൂർണജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംഭപാദ ചലിതോപ്യംഭോജഭൂവിഷ്ടരാത്. ഹിരണ്യകശിപു മുഷ്ടി ചുരുട്ടി തൂണിൽ ഇടിച്ചു. തൂണ് ഇടിയേറ്റ് 2-ആയി പിളർന്നു. അപ്പോൾ അതിഭയങ്കരമായ ഒരു ഗർജന ശബ്ദം ഉണ്ടായി. ആ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ ഹിരണ്യകശിപുവിൻ്റെ കർണങ്ങൾ പൊടിഞ്ഞു. ബ്രഹ്മാണ്ഡ കടാഹമാകെ ഇളകി മറിഞ്ഞു. മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത ആ അതിഘോര ശബ്ദം ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. അതുമാത്രമോ, സത്യലോകത്തുള്ള ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചലിച്ചുപോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയന് ആഘൂർണജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംപപാദ ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 25-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. ദൈത്യേദിച്ചു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം ബഭുസ്തേ വിഭോ കിം കിം ഭീഷണമേതദദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്ഭസ്മാ സമാജൃംഭതാഃ. ബ്രഹ്മാണ്ഡഭേദകമായ ഗർജന ശബ്ദം കേട്ട് വിറച്ചുപോയി ഹിരണ്യകശിപു. ആ ശബ്ദത്തിൻ്റെ ഉറവിടം അറിയാൻ നാലുപാടും നോക്കി. താൻ പിളർന്ന തൂണിൽ നിന്നുണ്ടായ ആ വിചിത്ര രൂപം കണ്ട് ഹിരണ്യകശിപു ഇത് മൃഗമാണോ അതോ മനുഷ്യനാണോ എന്നറിയാതെ അങ്ങനെ രണ്ടുമല്ലാത്തൊരു രൂപം എന്താണെന്ന് ചിന്തിച്ച് പരിഭ്രമിച്ചു.
അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ രൂപം തൻ്റെ പ്രകാശിക്കുന്നതും വെളുത്തതുമായ രോമങ്ങൾ കൊണ്ട് വികസിക്കുന്ന ശരീരം ജൃംഭിച്ച് വലുതായി ആകാശവും ഭൂമിയും ഭേദിക്കും വിധം വലുതായി വന്നു. നരസിംഹാവതാരമാണ്. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ. കിം കിം ഭീഷണമേതദ്ഭുതമിതി വിഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്ര രോമവികസത് ഭസ്മാസമാജൃംഭതാഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 25-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. തപ്ത സ്വർണ സവർണ കൂർണദാതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിതാംബരമഹോ ജിയാത്തവേദം ബഭുഃ വ്യാപ്തമഹാദരീസഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാദംഷ്ട്രായുഗോ ഡമരം. തപ്ത സ്വർണ സവർണ കൂർണദതിരൂക്ഷം. ഉരുകിയ തങ്കത്തിൻ്റെ സമാന വർണ്ണങ്ങളും ചുഴലുന്നവയും ഉഗ്രങ്ങളുമായ കണ്ണുകളോടുകൂടിയതും ജടകളുടെയും കുഞ്ചിമുടികളുടെയും ചലനത്താൽ ആച്ഛാദിതമായ ആകാശത്തോടു കൂടിയതും പിളർക്കപ്പെട്ടതും മഹാവിസ്തീർണമായ ഗുഹ പോലുള്ള വായോടുകൂടിയതും വാൾ പോലെ ഭയങ്കരമാം വണ്ണം ഇളകുന്ന വലിയ നാവ് പുറത്തേക്ക് പ്രകാശിക്കുമ്പോൾ കാണുന്ന വലുതായ 2 ദംഷ്ട്രകൾ നിമിത്തം അതിഭയങ്കരവും ആയ അവിടുത്തെ നരസിംഹമായ ശരീരം സർവോത്കൃഷ്ടമായി പ്രകാശിക്കുമാറാകട്ടെ. അത്ഭുതകരവും മഹാഭീഷണവുമായ ഈ ഭഗവത് രൂപം വിജയിക്കട്ടെ. ഈ രൂപം സ്മരിക്കുന്നവരുടെ എല്ലാ ഭയങ്ങളും അസ്തമിക്കാൻ എൻ്റെ ഗുരുവായൂരപ്പ നിന്തിരുവടി ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. തപ്ത സ്വർണ സവർണ കൂർണ ദാതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ നികുംബിതാംബരമഹോ ജിയാത്തവേദം ബഭുഃ വ്യാപ്ത മഹാദരീസഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 25-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. നരസിംഹ രൂപത്തെ വർണ്ണിക്കുകയാണ് നമ്മുടെ കവി. ഉത്സർപ്പത് വലിഭംഗ ഭീഷണഹനു ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം പീവരദോ ശതോദ്ഗതനഖ ക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാര സിംഹം ബഭുഃ. നരസിംഹ രൂപത്തെ പോലെ തന്നെ വളരെ കഠിനമാണ് ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളും ഭട്ടതിരി പ്രയോഗിച്ചിരിക്കുന്നത്.
നിന്തിരുവടിയുടെ അതിഭയങ്കരമായ നരസിംഹ രൂപത്തെ കവി ഈ ശ്ലോകത്തിലും വർണ്ണിക്കുകയാണ്. ചുളിവുകൾ ഉള്ളതാണ് നരസിംഹമൂർത്തിയുടെ മുഖം. രൗദ്രഭാവം കൈക്കൊണ്ട ഭഗവാന്റെ സിംഹമുഖത്തുള്ള ചുളിവുകൾ ശക്തിയായും ദ്രുതമായും മുകളിലേക്ക് ചലിക്കുന്നത് മൂലം കവിൾത്തടങ്ങളുടെ താഴെയുള്ള ഭാഗം കാഴ്ചയ്ക്ക് ഭയങ്കരമായിരിക്കുന്നു. കഴുത്ത് കുറുകിയതും വളരെ തടിച്ചതുമാണ്. വലിപ്പമുള്ള നിരവധി ബാഹുക്കളിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നഖങ്ങളിൽ ക്രൂരങ്ങളായ പ്രകാശകിരണങ്ങൾ പ്രസരിക്കുന്നുണ്ട്. അത് അത്യന്തം ഭീഷണമായിരിക്കുന്നു. മേഘഗർജനത്തോട് തുല്യമായതും ആകാശത്തെ അതിക്രമിച്ച് മുഴങ്ങുന്നതുമായ അലർച്ച കേട്ട് ഭയന്ന ശത്രുക്കൾ ഓടിമറയുന്നു. ഇങ്ങനെയുള്ള ആ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു. വളരെ ഭീകരമായിട്ടുള്ള നരനും സിംഹവും, പകുതി നരനും പകുതി സിംഹവുമായിട്ടുള്ള ആ രൂപം പേടിപ്പെടുത്തുന്നതാണ്. ഉത്സർപ്പത് ബലിഭംഗഭീഷണഹനു ഹ്രസ്വസ്തവീയസ്തര ഗ്രീവം പീവരദോഷദോദ്ഗതനഖ ക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘികനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാര സിംഹം ബഭുഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. 25-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. നൂനം വിഷ്ണുരയം നിഹന്യമോമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃത ദോഭ്യാം പ്രതുഭ്യാമമും വീരോ നിർഗളിതോഥ ഖഡ്ഗഫല ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദ ഭുവനഗ്രാസോ ധൃതം ത്വാമഹോ. ഈ ഭയങ്കരനായ നരസിംഹ രൂപം കണ്ട് ഹിരണ്യകശിപു ഭയപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് വിഷ്ണു തന്നെ എന്ന് കരുതി ഇവനെ ഞാൻ ഇപ്പോൾ കൊല്ലും എന്ന് നിശ്ചയിച്ച് ഗദ ചുഴറ്റിക്കൊണ്ട് ഭഗവാന്റെ നേർക്ക് ഓടി അണഞ്ഞു നമ്മുടെ ഹിരണ്യകശിപു. ഭഗവാൻ തൻ്റെ തടിച്ച കരങ്ങളാൽ ഹിരണ്യകശിപുവിനെ പിടിച്ചു. വീരനായ ദൈത്യേന്ദ്രൻ ആ പിടിയിൽ നിന്നും പുറത്തു ചാടി വാളും പരിചയമെടുത്ത് ഭഗവാന്റെ നേർക്ക് ചാടി വീണു. ലോകം മുഴുവനും വിഴുങ്ങുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിന്തിരുവടിയുടെ നേരെ യുദ്ധത്തിനൊരുങ്ങിയ ബുദ്ധിശൂന്യന്റെ മൗഢ്യം വിചിത്രം തന്നെ, വിസ്മയാവഹം തന്നെ അല്ലേ. ഹിരണ്യകശിപുവിനെ കൊല്ലാനാണ് വന്നിരിക്കണ ഭഗവാൻ. പക്ഷേ ഭഗവാനെ കൊല്ലുന്നുള്ള ആ ഒരു കാര്യം നേരത്തെ മനസ്സിലുണ്ടല്ലോ. ഹിരണ്യകശിപു വാളും പരിചയമൊക്കെ എടുത്ത് നരസിംഹത്തിൻ്റെ മുന്നിലേക്ക് ചാടി വീണു. പരസ്പരം യുദ്ധം ചെയ്യുന്നു. നൂനം വിഷ്ണുരയം നിഹന്യമമുമിതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃത ദോർഭ്യാം പ്രതുഭ്യാമമും വീരോ നിർഗളിതോധ ഖഡ്ഗബലഗൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദ ഭുവനഗ്രാസോ ധൃതം ത്വാമഹോ. ഓം
ഭഗവതേ വാസുദേവായ. എന്ന് 25-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്. ഭ്രാമ്യന്തം ദിതിജാതമം പുനരവി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ ധോരുയുഗേ നിപാത്യ നഗരാൻ വ്യുഗ്ഗായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളത് രക്താംബുബത്തോത്സവം പായം പായമുദേരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ചുറ്റിത്തിരിഞ്ഞ് പാഞ്ഞടുക്കുന്ന ആ നീചനെ ഭഗവാൻ രണ്ടാമതും ഭുജങ്ങൾ കൊണ്ട് മുറുകെ പിടിച്ചു. വരപ്രസാദമനുസരിച്ച് അകത്തും പുറത്തും വെച്ച് കൊല്ലുവാൻ പാടില്ലാത്ത അവനെ വാതിൽക്കൽ സ്വന്തം തുടകളിന്മേൽ തള്ളിയിട്ടു. എന്തെന്നാൽ വെള്ളത്തിലും കരയിലും വാനത്തിലും വെച്ച് കൊല്ലുവാൻ പാടില്ലാത്തവനായിരുന്നല്ലോ ഹിരണ്യകശിപു. ആയുധങ്ങൾ കൊണ്ട് അവധ്യനായ അവന്റെ മാറത്ത് കൂർത്തു മൂർച്ചയേറിയ സ്വന്തം നഖങ്ങളെ തറച്ച് താഴ്ത്തി പുറത്തേക്ക് തള്ളി ഒഴുകി വരുന്ന അവന്റെ രക്തം ഉല്ലാസത്തോടെ തുടരെ തുടരെ കുടിച്ചു. സമസ്ത ലോകങ്ങളെയും ധ്വംസിക്കുമാറുള്ള മഹാഗർജിതങ്ങളെയും നിന്തിരുവടി പുറപ്പെടുവിച്ചു. ഹിരണ്യകശിപുവിനെ കൊല്ലുന്ന ഒരു രംഗമാണ്. ഭ്രാമ്യന്തം ദിതിജാതമം പുനരവി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ ദോരുയുഗേ നിപാത്യ നഗരാൻ വ്യുഗ്ഗായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളത് രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹു ജഗത് സംഹാരി സിംഹാരവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 25-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. തിക്വാതം ഹതമാശു രക്തലഹരീസിക്തോന്നമദ്ഭസ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ തുയീ ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുദികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പദ്ഗജരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. പെട്ടെന്ന് ഹിരണ്യകശിപുവിനെ വധിച്ച് അവന്റെ രക്തം കൊണ്ട് നനഞ്ഞ വലിയ ശരീരത്തോടു കൂടിയ നിന്തിരുവടി മറ്റുള്ള അസുരന്മാരെയും ഭക്ഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് നിലതെറ്റി പേടിച്ച് തലകീഴായി മറഞ്ഞ ലോകമാസകലം വലുതായ ശോച്യാവസ്ഥയെ പ്രാപിച്ചു. ഭൂമി തന്നെ ചുറ്റിത്തുടങ്ങി. സമുദ്രങ്ങൾ ഇളകി മറിഞ്ഞു. പർവ്വതങ്ങൾ ഇളകി. ജഡകളുടെ അടികൊണ്ട് ഗ്രഹ നക്ഷത്രങ്ങൾ മേൽപോട്ട് തെറിച്ചു തുടങ്ങി. ഇങ്ങനെ ലോകം തന്നെ തലകീഴായി മറിഞ്ഞുപോയി. ആകെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ത്വാതം ഹതമാശു രക്തലഹരീസിക്തോന്നമദ്ഭസ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ തുയീ ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുദികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പദ്ഗജരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ.
ഭഗവതേ വാസുദേവായ. ഇന്ന് 25-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. താവൻ മാംസവപാകരാലവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭ മിഥരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ ശർവവിരിഞ്ചവാസവമുഖ പ്രത്യേകമസ്തൗഷധ. ഹിരണ്യകശിപുവിനെ കൊന്നു, മറ്റു രാക്ഷസന്മാരെയും കൊന്നു. അങ്ങനെ മരിച്ചവരുടെ മാംസം വപ ഇവ പുരണ്ട ഭയങ്കരമായ രൂപം. ശത്രുവിൻ്റെ കുടൽമാല ദേഹത്ത് അണിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അതികോപത്തോടെ അലറുന്നു. ഇങ്ങനെയുള്ള നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് വരുവാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഒരുവനും ധൈര്യപ്പെട്ടില്ല. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ തുടങ്ങിയവരെല്ലാം പേടിച്ച് വിറച്ച് അകലെ നിന്നുകൊണ്ട് നെതിരുവടിയെ പ്രത്യേകം പ്രത്യേകം സ്തുതിക്കാൻ തുടങ്ങി. അടുത്തു വരാൻ ആരും ധൈര്യപ്പെട്ടില്ല. താവൻ മാംസവപാകരാളവപുഷം ഘോരാദ്രമാലാധരം ത്വാം മധ്യേ സഭമിഥ രോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകമസ്തൗഷധ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 25-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. ഭൂയോപ്യക്ഷതരോഷധാം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യഭവയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമതാ സ്തോത്രൈരഥോദ്ഗായത തസ്യാകാമദിയോപി തേ നിധവരം ലോകായ ജാനുഗ്രഹം. ദേവന്മാരൊക്കെ ബ്രഹ്മാവും ശിവനും അടക്കം പ്രാർത്ഥിച്ചിട്ടും ഭഗവാന്റെ കോപം അങ്ങോട്ട് ശമിക്കുന്നില്ല. അങ്ങനെ ആയപ്പോഴേ ബ്രഹ്മാവ് ബാലകനും നിർഭയനുമായ ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദനെ അവിടുത്തെ അടുക്കലേക്ക് അയച്ചു. ഭക്താഗ്രേസനായ പ്രഹ്ലാദൻ ശങ്ക കൂടാതെ, ഒരു വെടിയും കൂടാതെ അടുത്തു വന്ന് കാൽക്കൽ വീണ് വണങ്ങി. അപ്പോൾ ഭക്തവത്സലനായ അവിടുന്ന് പെട്ടെന്ന് ശാന്തനാവുകയും ദയാപരവശനായി കുട്ടിയെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് പ്രഹ്ലാദൻ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. യാതൊരു വരവും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ലോകക്ഷേമത്തിനായി ആ ഭക്തന് രാജത്വമായ വരം കൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രഹ്ലാദൻ വളരെ വിഷ്ണുഭക്തനുമാണ്, കുഞ്ഞുമാണ്. അപ്പോൾ ആ ഘോരമായ ആ രൂപം വളരെ പെട്ടെന്ന് ശാന്തനായി തീർന്നു. ഭൂയോപ്യക്ഷതരോഷതാം നിഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ
പദയോർനമത്യഭവയേ കാരുണ്യഭാരാകുലഃ ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമദാഃ സ്തോത്രൈരതോദ്ഗായത തസ്യാ കാമധിയോപി തേനിതവരം ലോകായ ചാനുഗ്രഹം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് 25-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം. നരസിംഹാവതാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്തസ്ഫുട ഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാ പാഹി മാം. ഇപ്രകാരം അഭിനയിക്കപ്പെട്ട ക്രൂര കർമ്മത്തോടു കൂടിയവനും, അല്ലേ, ഭഗവാൻ ഇതെല്ലാം അഭിനയമാണ്. ഓരോരോ അവതാരങ്ങളിലൂടെ അഭിനയിച്ച് ലോകർക്ക് നന്മ വരുത്തുകയാണ്. ഈ നരസിംഹാവതാരത്തിന്റെ മാഹാത്മ്യം നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മാഹാത്മ്യത്തോടു കൂടിയവനും അതിനിർമ്മലമായ സ്വരൂപമുള്ളവനുമായ അല്ലയോ ഭഗവാനെ, അനുപമനും സർവോത്കൃഷ്ടനുമായ നിന്തിരുവടിയെ, ത്വാം അങ്ങയെ ആർക്കാണ് ലംഘിക്കാൻ കഴിയുക? ഭക്തോത്തംസനായ പ്രഹ്ലാദനെ സർവ അനർത്ഥങ്ങളിൽ നിന്നും കാത്തരുളിയ കാരുണ്യനിധി, സകല വ്യാധികളിൽ നിന്നും എന്നെയും എല്ലാവരെയും രക്ഷിക്കണമേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോലംഘയേ പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാ പാഹി മാം. കൃഷ്ണ ഗുരുവായൂരപ്പ.